പശ്ചിമേഷ്യയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 60 ദിവസത്തെ യുദ്ധവിരാമത്തിന് അന്ത്യമിടാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നതിൻ്റെ സൂചന അമേരിക്ക നൽകുന്നു. ശക്തമായ ആക്രമണത്തിലൂടെ ഇറാനെ തകർക്കുവാനുള്ള പടപ്പുറപ്പാടിന് ഒരുങ്ങുകയാണ് അമേരിക്ക എന്നും ഇതിനായി കൂടുതൽ കപ്പൽ പടയെ വിനിയോഗിച്ചു അവർ ഹോർമുസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വരാൻ തയ്യാറെടുക്കുകയാണ് എന്നും അമേരിക്കയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില അന്താരാഷ്ട്ര വാർത്താ സോഴ്സുകൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില കേന്ദ്രങ്ങൾ പറയുന്നത് അമേരിക്ക നേരിയ അളവിൽ ആണവ ആക്രമണം തന്നെ നടത്തി ഇറാനെ തളർത്തുന്നതിനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്, അത്തരം ചിന്തകളിലേക്ക് അമേരിക്ക കടന്നിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതിനിടെ സിറിയയിലെ തുർക്കിയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രയേലും തുർക്കിയും തമ്മിൽ വളരെ വലിയ ഒരു അസ്വാരസ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലും തുർക്കിയും ഏത് നിമിഷവും ഒരു ആക്രമണത്തിൻ്റെ പാതയിലേക്ക് കടന്നേക്കും എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആക്രമണത്തിന് മുന്നോടിയായി സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായി അഥവാ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിക്ഷേപിച്ച മൈനുകൾ തങ്ങൾ നീക്കം ചെയ്തതായി അമേരിക്ക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വൻ കപ്പൽ വ്യൂഹം ഹോർമുസിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. മുൻപ് ഈ ചർച്ച നടക്കുമ്പോൾ അന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു, ഉടമ്പടിയുടെ ഭാഗമായി കടലിലെ മൈനുകൾ അമേരിക്ക നീക്കം ചെയ്യുമെന്നും ഈ പദ്ധതി വിജയിക്കുന്ന മുറയ്ക്കൽ അമേരിക്ക കാലുമാറുമെന്നും നമ്മൾ പറഞ്ഞിരുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ അച്ചട്ട് തന്നെ എന്ന രീതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സൽപ്പേര് നിലനിർത്തണമെങ്കിൽ യുദ്ധത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നേ പറ്റുള്ളൂ. അഥവാ പരാജയപ്പെട്ട് പിന്മാറുകയാണെങ്കിൽ പോലും ഇറാന്റെ ആത്മവിശ്വാസം തകർക്കുകയും പോരാട്ട വീര്യം അവസാനിപ്പിക്കാൻ കഴിയുകയും ഇറാന് വലിയ പരിക്കുകൾ ഉണ്ടാക്കുകയും വേണ്ടതുണ്ട്. അത് അമേരിക്ക ചെയ്യുന്ന മുറയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവും ആയത്തുള്ള ഖമേനിയുടെ മകനുമായ മുജ്തബ ഖമേനിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റെന്നും ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാകുന്നതിനിടെയാണ് ഈ മുജ്തബ ഖമേനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന സാഹചര്യത്തിൽ അമേരിക്ക പുതിയ നീക്കങ്ങൾ നടത്തി ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഒരേ സമയം ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ ഘട്ടം ഘട്ടമായി നടത്തും എന്ന സൂചനകൾ ട്രംപ് നൽകുമ്പോഴും ഇറാനെ എങ്ങനെ നേരിടണം എന്ന ഗവേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും അമേരിക്കൻ സൈനികരും നാവികരും വ്യോമസേനയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഉപരോധങ്ങൾ മറികടക്കാൻ അമേരിക്കൻ സഹകരണത്തോടെ പുതിയ കപ്പൽ ചാലുകൾ രഹസ്യമായി അമേരിക്ക തുറന്നിട്ടുണ്ട്. ഹോർമുസിലൂടെ അതുവഴി ചില കപ്പലുകളെയെല്ലാം അമേരിക്ക കടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ സാഹചര്യം ഒമാനെ കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒമാന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒമാനും അസ്വസ്ഥമാണ്. പക്ഷേ ഒമാനെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു നീക്കങ്ങൾക്ക് മുതിരുവാനുള്ളൊരു കപ്പാസിറ്റി ഒമാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അമിതമായ ഇടപെടൽ ആ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് മസ്കറ്റ് ഇറാനുമായി ചർച്ച നടത്തി വരികയാണെങ്കിലും പുതിയ നീക്കങ്ങളിലെ ചില ഭാഗങ്ങളെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ എതിർക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണുള്ളത്. US-ന്റെ താല്പര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കും എന്നായിരുന്നു ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാലും ഇറാനുമായുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായ അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒമാൻ നയതന്ത്ര ശ്രമങ്ങളെല്ലാം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളുകയാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചരക്ക് നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഹോർമുസിലെ മൈനുകളെല്ലാം നീക്കം ചെയ്തു എന്ന അമേരിക്കയുടെ വാദം തെറ്റാണ് എന്നുമൊക്കെ ഇറാൻ മുന്നോട്ട് വെക്കുന്നു. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നത് വരെ ജലപാത പൂർണ്ണമായും തുറക്കില്ല എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കടലിടുക്കിനെ US-ന്റെ ഒരു ശാക്തിക മേഖലയായി ചിത്രീകരിച്ച ട്രംപിനെ
ഇറാൻ വിദേശകാര്യമന്ത്രി ഖാസിം ഖരീബാബാദി പരിഹസിക്കുന്ന സാഹചര്യമുണ്ടായി. വാഷിംഗ്ടണിന്റെ നിയന്ത്രണ അവകാശവാദം യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്നാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി മെഹസൻ റസായിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി സമുദ്ര ഗതാഗതത്തെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം ഗണ്യമായി കുറഞ്ഞതായി കെപ്ലർ എന്ന ഡാറ്റ സംവിധാനം വ്യക്തമാക്കുകയാണ്. ഒമാന് സമീപം ഒരു കപ്പലിന്റെ എഞ്ചിൻ റൂമിന് പ്രൊജക്ടൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്ററും വ്യക്തമാക്കി. സംഘർഷം മേഖലയിലുടനീളം ഇതോടെ വ്യാപിക്കുകയാണ്. സൗദി അരാംകോയുടെ എണ്ണശാലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതേസമയം ഇറാനിൽ നിന്ന് തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി കഴിഞ്ഞ ദിവസം UAE പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ UAE തീരുമാനമെടുത്തത്. അതേസമയം തന്നെ ഖത്തറുമായി നേരത്തെ ചില വ്യവസ്ഥകളെല്ലാം ഇസ്രയേൽ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകളെല്ലാം തങ്ങൾ അവസാനിപ്പിക്കുന്നതായി ഇസ്രയേലും ഇപ്പോൾ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. ഒരേ സമയത്ത് ഇറാനെയും പശ്ചിമേഷ്യയും ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രംപ് വീണ്ടും കടന്നു വരികയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ ജനങ്ങൾക്കിടയിലും ലോക ജനതയ്ക്കിടയിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും അമേരിക്കയും ട്രംപും ഇപ്പോൾ കോമാളികളാണ്. കാരണം പരാജയപ്പെട്ടവൻ്റെ ബോഡി ലാംഗ്വേജിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. അതിൽ നിന്ന് അമേരിക്കക്ക് തിരിച്ചു കയറണമെങ്കിൽ ഒന്നുകിൽ സർവം നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വിജയശ്രീലാളിതരായിക്കൊണ്ട് കടന്നു പോകണം. ഇത് രണ്ടും പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ എങ്കിൽ ഏക വഴി ഇറാനെ സമ്പൂജ്യരായി നശിപ്പിക്കുക എന്ന ഒരൊറ്റ വഴിയാണ്. തങ്ങളുടെ ആയുധബലവും സൈനിക ബലവും അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നാണ്. പക്ഷെ അതിന് അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരും. എന്നാൽ അതേ സമയം തന്നെ സിറിയയിലെ അലപ്പോയിൽ ഈ തുർക്കിയുടെ ഒരു സൈനിക കേന്ദ്രം തുർക്കി തുറക്കുന്നു എന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇസ്രയേലും തുർക്കിയുമായി വലിയ തർക്കം അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ സിറിയയുടെ വിവിധ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള വലിയ ഭാഗങ്ങൾ പിടിച്ചടക്കിയത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി തുർക്കി കാണുന്നു. മാത്രമല്ല പശ്ചിമേഷ്യയിൽ തുർക്കി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ കൈകൊണ്ടായിരിക്കുമെന്ന് തുർക്കി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ തുർക്കി അവരുടെ രാജ്യത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന സിറിയയിൽ വളരെ വലിയ സൈനിക വിന്യാസം നടത്തുക വഴി ഇസ്രയേലുമായി ഒരു തുറന്ന പോരിന് തങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുന്ന ഒന്നായി കാര്യം മാറുകയാണ്. തുർക്കിക്കറിയാം, അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും അറിയാം, ഇസ്രയേൽ എന്ന് പറയുന്നത് കേവലം ഫലസ്തീനിലും ഗസയിലും മാത്രം നിൽക്കുന്ന ചില മാരകമായ വിഷമല്ല. അവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട്. അത് ഗ്രേറ്റർ ഇസ്രയേലാണ്. അതിൽ തുർക്കിയും സൗദിയും ജോർദാനും ഉൾപ്പെടെയുള്ള വലിയ അറബ് രാഷ്ട്രങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഈ ഗ്രേറ്റർ ഇസ്രയേലിൻ്റെ ആ ഹിഡൻ പദ്ധതിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് മുളയിലെന്നുള്ളണമെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും കൃത്യവും ശക്തവുമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവുകയും വേണം എന്ന് തുർക്കിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. തുർക്കി നാറ്റോയിലെ അംഗമാണ്. അതോടൊപ്പം തന്നെ തുർക്കി സൈനികമായി യൂറോപ്പിൽ ഏറ്റവും ശക്തി പ്രാപിച്ച രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു രാഷ്ട്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിക്ക് ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏത് സമയവും വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ ഒക്കെ അവരുമായിട്ട് ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ സൈനിക ഇടപെടലിനോ ഒക്കെ തുർക്കിക്ക് സാധ്യമാകും. ആ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപ്രധാനമായ സിറിയയിലെ ആലപ്പോ നഗരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക ബേസ് തുർക്കി തുറന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, വളരെ നാളുകളായി കുർദുകളും തുർക്കികളും ഇസ്രയേലികളും എല്ലാം അടങ്ങുന്ന ഈ ഒരു ജിയോ പൊളിറ്റിക്കലിലെ വിവിധ ഗ്രൂപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങളും അതോടൊപ്പം തന്നെ പ്രത്യാക്രമണങ്ങളും ഒളിയാക്രമണങ്ങളും ഒക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒളിയാക്രമണത്തിൻ്റെ കാലം അവസാനിച്ച്
പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യം: ഒന്ന്, അമേരിക്ക ഏത് തരത്തിലും ഇറാനെ ആക്രമിക്കാൻ കടന്നു വരുന്നു. ഏത് സമയവും ഒരു ഇസ്രയേൽ തുർക്കി യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടി അതൊരു യുദ്ധത്തിലേക്ക് വഴിവരാനുള്ള സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. പശ്ചിമേഷ്യ വീണ്ടും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കടക്കാൻ പോകുന്നുവോ എന്ന ആശങ്കകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്.